ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസം രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അതിൻ്റെ അകത്ത് അന്നത്തെ കുറച്ച് റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പം രാവിലെ സിയയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കഴുകി ഉണക്കാൻ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് കബോർഡിൻ്റെ അകത്തോട്ടൊക്കെ എടുത്ത് അറേഞ്ചാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ആ ഏരിയ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അത് നമുക്കൊരു വർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണേലും കുറച്ചൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പോൾ രാവിലെ മാക്സിമം നമ്മളുടെ ആ ഏരിയ ക്ലീൻ ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. അതായത് പാത്രം കഴുകുന്ന ഏരിയയും സിങ്കിൽ ഇനി ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കിയും എത്രയും പെട്ടെന്ന് വെച്ചിട്ട് പണികൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സെറീൽസ് ഞാനൊരു പാത്രത്തിലേക്ക് കൊടുക്കുക. അത് പാലിലിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും പാത്രത്തിൽ കൊടുത്താൽ അവൾ അങ്ങനെ തിന്നോളും. അതുകൊണ്ട് അങ്ങനെ ഞാൻ കൊടുത്തത്. ഇതിപ്പോൾ ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ച് കുറച്ച് സേമിയ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ വറുത്ത് മാറ്റി വെച്ചാൽ അത് ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രം തന്നെ എടുത്തിട്ട് ഞാൻ ബാക്കിയും ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക, ഇല്ലെന്നാണെങ്കിൽ എണ്ണയാണെങ്കിലും ഒഴിച്ചാൽ ഞാൻ എണ്ണയാണ് ഒഴിച്ച്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം കടുകും കറിവേപ്പിലയും കുറച്ച് ഉള്ളിയും എന്നിട്ട് കാഷ്യൂനട്ട് ഞാനിട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഉഴുന്നും നമ്മളുടെ പൊട്ടുകടലയുണ്ടല്ലോ, പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറന്ന് വരണം. ആ രീതിയിലൊന്ന് ഫ്രൈ ആക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചി, പിന്നെ ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്. അതിനൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. സേമിയ ഉപ്മാ ആക്കുമ്പം എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തേക്കുക 1 ഗ്ലാസ് സേമിയയ്ക്ക്. എന്നിട്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റായ ശേഷം നമ്മൾ ആ വറുത്ത സേമിയ ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് മൂടി വെച്ച് അത് വേവിക്കുക. മൂടി വെച്ച് അത്യാവശ്യം നമുക്ക് ഒരു പകുതിയോളം വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്നെടുത്ത് ഇളക്കുക, പിന്നെ മൂടി വെക്കുക. എന്നിട്ട് ആ വെള്ളം എല്ലാം വലിഞ്ഞ് സേമിയ എല്ലാം വെന്ത് കഴിയുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയും ആയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് പഞ്ചസാര മാത്രം, അതായത് ഒരു 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അത്രയും പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സേമിയ ഉപ്മാവാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ മെയിനായിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ച് ആക്കിയിട്ടുള്ള ഉപ്പുമാവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നെയ്യ് ഒഴിക്കുന്നത്. ഇല്ല ഇനിയിപ്പം നമുക്കാണെങ്കിൽ നമുക്കുള്ളത് മാറ്റി വെച്ചിട്ട് പിള്ളേർക്കുള്ളതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഈ സേമിയ ഉപ്പുമാവാണെങ്കിൽ ഉണ്ടല്ലോ, സിയയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളത് നൂഡിൽസ് അന്നും പറഞ്ഞുകൊണ്ട് ഈ ഉപ്പുമാവ് തിന്നോളൂ. അതേസമയം മറ്റേ റവ ഉപ്പുമാവാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് തിന്നൂല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി കൊടുത്തത്. ഇനിയിപ്പം ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ അകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് പിന്നെ ഉള്ളി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇതിപ്പം ഞാൻ വൈറ്റ് ബീൻസ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ്. അത് ആ വെള്ളത്തോടു കൂടി തന്നെ അതിൻ്റെ അകത്തോട്ട് ചേർത്തു. ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ വൈറ്റ് ബീൻസ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ലുലു നീട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. കുക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വൻപയറിൻ്റെ ഒന്നും അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ഈ സാധനം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഇത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ആ വെള്ളം ഒന്ന് വറ്റി വന്നതും അതിൻ്റെ അകത്തോട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് മിക്സാക്കിയാൽ നമ്മളുടെ പയറിൻ്റെ കൊണ്ടുള്ളൊരു തോരൻ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു ചട്ടിക്കകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ഇതിപ്പം ഏത്തപ്പഴമാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഏത്തപ്പഴം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഓൾറെഡി നമ്മൾ ഏത്തപ്പഴം കൊണ്ട് ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് മുന്നേ. ഇതിപ്പം ഗോതമ്പം കൊണ്ടുള്ള ഇലയടയാണ്. അന്ന് നമ്മൾ ചെയ്തിരുന്നത് അരിയും കൊണ്ടുള്ള ഇലയടയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം ഗോതമ്പ് കൊണ്ടുള്ളാക്കി. പക്ഷേ ഗോതമ്പ് കൊണ്ട് ആക്കിയെന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഇലയട കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഏത്തപ്പഴം എല്ലാം കൂടെ നെയ്ക്കകത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അത് എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടോ അത്രയും നന്നായിട്ട് അത് വഴട്ടിയെടുത്താലാണ്
നമുക്ക് പിന്നീടും നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതായത് ആ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് ആ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ആ നെയ്ക്കകത്തും കിടന്ന് അതൊന്ന് മുരിഞ്ഞ് വരണം. ഇത്രയായിക്കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വെള്ളത്തിന്, അതായത് ശർക്കരയുടെ പാനിയാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഏലക്കയുടെയും ജീരകത്തിൻ്റെയും പൊടിയാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ അത് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാനിയാക്കി വെച്ച് അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതായിരുന്നു. അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ഇനി ആ വെള്ളം ഒന്ന് വറ്റി ഈ കൂട്ടൊന്ന് നല്ല മിക്സായി വരുന്നത് വരെ ഒന്ന് ആക്കിയിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനിയിപ്പം അടുത്ത ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് ഒരു 2 സ്പൂൺ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 1/2 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ കുറച്ചും കൂടെ മൈദ വേണമെങ്കിലും ചേർത്ത്, ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് പുട്ടുപൊടി ചേർത്ത് കൊടുത്തത്. ഇതിന് പകരം സാധാരണ അരിപ്പൊടി വെള്ളം ചേർക്കാം, പക്ഷേ പുട്ടുപൊടി ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ അകത്തോട്ട് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്കിത് കട്ട പിടിക്കാണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആദ്യം കുറച്ചൊന്ന് മിക്സാക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഉള്ള കട്ടകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേണ്ടുന്ന അയവിലായി കഴിഞ്ഞിട്ട് ഞാനതൊരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടുപൊടിയല്ല ഉപയോഗിച്ചേ. പുട്ടുപൊടി ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ആ വെള്ളം പുട്ടുപൊടി വെള്ളം വലിച്ചെടുക്കും അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയും കൂടെ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത്. ആ മാവ് ഞാൻ സൈഡ് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലാക്കിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് അതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം കൈ വെച്ചിട്ട് ഞാനൊന്ന് കുഴയ്ക്കുക. ഇതിപ്പോൾ കുഴയ്ക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലൊക്കെ ലൂസായിരിക്കണം. അതായത് കുറച്ചൊന്ന് ഒട്ടി നിൽക്കുന്ന കൂട്ട് മാവില്ലേ, ആ പരുവത്തിൽ മാവാക്കിയെടുക്കണം. ഈ മാവ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇലയടയാക്കാൻ പോകുന്നത്. ഞാനിപ്പം ഇല ഇവിടെ തീയിൽ കാണിച്ചൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയ ഇലയിലാവുമ്പോഴത്തേക്കും ആ ഇലയുടെ സ്മെല്ലും കിട്ടും. അതും കൂടാതെ നമ്മൾ ആക്കുമ്പോഴത്തേക്ക് ഇല പൊട്ടി പോകത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഇലയൊന്ന് വാട്ടിയെടുക്കുന്നത്. എന്നിട്ട് ആദ്യം ഇല എടുത്ത് വെക്കുക. എന്നിട്ട് ഇല ഇതുപോലെ ചെറിയ പീസ്, സ്ക്വയർ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മാവ് ആക്കിയാലുള്ളൊരു ഗുണമാണിത്. മാക്സിമം നമുക്ക് നൈസായിട്ട് ആ ഇലയിലേക്ക് ഈ മാവ് പരത്തി വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ, ആ ഇല ഓൾമോസ്റ്റ് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ കാണാം. അത്രയും നൈസായിട്ടാണ് ഞാൻ ഈ മാവ് പരത്തി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതായത് ആ ഗോതമ്പിൻ്റെ ഒത്തിരി ആ മാവ് കടിക്കുന്ന പോലെ ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ആ ഫില്ലിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഗോതമ്പിൻ്റെ ഔട്ടർ ലെയറും കൂടെ കിട്ടുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റുള്ള ഇലയടയാണ്. എനിക്ക് ഇത് ശരിക്കും ആക്കിയിട്ടുണ്ടല്ലോ, അന്ന് നമ്മളുടെ അരിയും കൊണ്ടുണ്ടാക്കിയെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഇതാക്കി കഴിഞ്ഞിട്ട് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ആക്കി നോക്കേ. സാധാരണ നമ്മളാക്കുമ്പോൾ ഈ മാവ് കുറച്ചുകൂടെ കട്ടിയൊക്കെ ഉണ്ടാവത്തില്ലേ, അത്രയും കട്ടി വയ്ക്കാണ്ട് ഈ ഒട്ടുന്ന പരുവത്തിലേക്ക് മാവ് പരത്തിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് ഇതുപോലെ ആക്കി നോക്ക്. അന്നേരത്തേക്ക് എത്ര കഴിക്കില്ലാത്തവരും ഗോതമ്പിൻ്റെ ഇലയുടെ ഉറപ്പായിട്ടും കഴിക്കും. എന്നിട്ട് ഇത്രയും ആക്കി കഴിഞ്ഞിട്ട് ഇത് ആവിയിൽ ഞാൻ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്റ്റീമറിൻ്റെ സെറ്റപ്പാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നിട്ടിത് ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-20 മിനിറ്റേലും വേവിച്ചെടുക്കണേ. ഈ സമയത്ത് ഇതിപ്പം നമ്മൾ നേരത്തെ ആ മിക്സാക്കി വെച്ച മാവുണ്ടല്ലോ, കടലമാവിൻ്റെ, അതാണ്. അതിൻ്റെ അകത്തിപ്പം അത്യാവശ്യം അതൊന്ന് കട്ടയായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് കുറുകി വന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അത്ര ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഏത്തപ്പഴം ഇതുപോലെ ഒരു പഴത്തിനെ 3-4 പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് വറുത്ത് കോരുക. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടും
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ അധികമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. മൊത്തം എൻ്റെ കയ്യിൽ കുറച്ച് 3-4 പഴം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് പഴം എടുത്തിട്ട് ഏത്തപ്പഴമാക്കി, ബാക്കി അതായത് പഴംപൊരിയാക്കി, ബാക്കിയുള്ള പഴം വെച്ചിട്ട് ഞാൻ ഇലയുടെ ആക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ കണ്ടോ, കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം നന്നായിട്ട് ആ ഒരു ഇലയുടെ നമുക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം നമ്മൾ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇത്രയും കനം കുറച്ചിട്ട് ഞാനിത് ആദ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് തന്നെ പിന്നെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നത്. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കറി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും റെസിപ്പി കാണിക്കുന്നതായതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് റെസിപ്പിയായിട്ട് ഷൂട്ട് ചെയ്യാത്തത്. ഇത് പരിപ്പും ഉലുവച്ചപ്പുണ്ടല്ലോ, ഉലുവച്ചപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് സാധാരണ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കൂലേ, തേങ്ങ അരച്ചൊഴിക്കുന്ന അത് അരച്ചൊഴിച്ച് കഴിഞ്ഞ് ആ ഒന്ന് തിള വന്നു കഴിഞ്ഞ് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പരിപ്പ് കറിയുടെ ഒക്കെ റെസിപ്പി വേണമെന്നാണെങ്കിൽ സെപ്പറേറ്റ് ഓൾറെഡി നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. അതുപോലെ രാത്രിക്കത്തേക്ക് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തി നമുക്ക് കിട്ടുമല്ലോ, അതെടുത്ത് ഇതൊന്ന് ജസ്റ്റ് വേവിച്ചാൽ മാത്രം മതി. അപ്പം അത് റെഡിമെയ്ഡ് ചപ്പാത്തിയും വാങ്ങി അതൊന്ന് ചൂടാക്കി ചുട്ടെടുക്കുക. ഇത് ചുട്ടെടുക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ ചുടുന്നതിന് മുമ്പ് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് 2 സൈഡും നനച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ സാധാരണ ചൂടുന്ന പോലെ 2 സൈഡും മറിച്ചും തിരിച്ചും ആദ്യം ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ തെളിച്ച് കൊടുത്തിട്ട് എണ്ണയ്ക്കകത്തൊന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ മീനുണ്ടായിരുന്നു. മീനും ഇത് ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്. പിന്നെ അത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടാണ് മീൻ അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ വറുത്ത് കോരിയത്. പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. കടുക് പൊട്ടിക്കുന്ന അതിൻ്റെ അകത്തോട്ട് കടുകും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് അത് നമ്മളുടെ പരിപ്പ് കറിക്കകത്തോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പം പരിപ്പ് കറിയും നമ്മളുടെ ആദ്യമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പയറിൻ്റെ ഒരു റെസിപ്പി അത് ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതും മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടിയിട്ട് പൊറോട്ടയും പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്